വീണ്ടും വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓർമ്മയില്ലേ, കഴിഞ്ഞ തവണ ഞാൻ ചെയ്ത വീഡിയോയിൽ അൽഫോൺസ അമ്മയും അതുപോലെ അന്തോണീസ് പുണ്യാളനെയും എൻ്റെ സ്വപ്നത്തിൽ കണ്ടൊരു കാര്യം. ഇതാണ് ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറുള്ളത്, നമ്മളൊന്ന് മനസ്സൊരുക്കി വിളിച്ചാൽ ആ വിളിപ്പുറത്തുണ്ടാവും അവർ. ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊരു വീഡിയോ കാണിച്ചു തരാം. ഞാൻ നാട്ടില് തൃശ്ശൂരാണ്. ഈ ഒരു വീഡിയോ ഞാൻ നാട്ടിലുള്ള സമയത്ത് എടുത്തൊരു വീഡിയോ ആണ്. ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്താൽ ഇത് പൂർണ്ണമാവുള്ളൂ. ലത്തീം പള്ളിയിലാണ് നമ്മുടെ അന്തോണീസ് പുണ്യാളൻ ഇരിക്കുന്നത്. ഞാൻ പറയാൻ പോകുന്നത് ലത്തീം പള്ളിയിലെ ഈ പുണ്യാളന്റെ നാക്കെടുക്കൽ നേർച്ചയെ കുറിച്ചാണ്. എന്ത് പ്രശ്നം വന്നാലും ഈ നാക്കെടുക്കൽ നേർച്ച മുട്ടിലഴഞ്ഞ് അൾത്താരയിൽ സമർപ്പിക്കാറുണ്ട്. എൻ്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിന്ന് പറയാണ്, ഇതൊരു അത്ഭുതം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ അന്തോണീസ് പുണ്യാളനായിട്ടുള്ള എൻ്റെ വിശ്വാസം കണ്ടപ്പോഴാണ് എൻ്റെ ഡാഡിയും മമ്മിയും ഇത്രയും പുണ്യാളനായിട്ട് അറ്റാച്ച്ഡ് ആയത്. ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ, എൻ്റെ ഡാഡിക്ക് കഴിഞ്ഞ 3 ആഴ്ച മുമ്പ് കൺപീലിക്ക് ഇടയിലായിട്ട് ഒരു ചെറിയ തടിപ്പ് വന്നായിരുന്നു. പുള്ളിക്കാരൻ അത് ആദ്യത്ര കാര്യമായിട്ട് എടുത്തില്ലെങ്കിലും പിന്നീട് ആ തടിപ്പ് വലുതായി വന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഡാഡിക്ക് ശരിക്കും കണ്ണിന് നല്ലപോലെ മങ്ങലും വന്നു തുടങ്ങി. പിന്നെ 1-2 ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ അവർ പറഞ്ഞത് ചെറിയൊരു സർജറിയൊക്കെ വേണ്ടി വരുന്നതാണ്. അങ്ങനെ ഇരിക്കെ ഒരു അത്ഭുതം എന്ന പോലെ നമ്മുടെ തൃശ്ശൂർ ക്രിസ്റ്റഫറിലുള്ള ഒരു ഡോക്ടർ ഡാഡി കാണാൻ പോയിരുന്നു. അവിടെയുള്ള ഡോക്ടർ പറഞ്ഞത്, ഇത് കാര്യമാക്കണ്ട, ഇത് പെട്ടെന്ന് തന്നെ മാറിക്കോളും. ഒരു ഓയിൽമെന്റ് കൊടുത്തതിന് ശേഷം പറഞ്ഞു 2 ആഴ്ച ഇത് അപ്ലൈ ചെയ്യാനായിട്ട്. എന്നിട്ടും കുറഞ്ഞില്ലെങ്കിൽ ഡോക്ടറെ കാണാനാണ് ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഡോക്ടർ പറഞ്ഞ 2 ആഴ്ച കഴിഞ്ഞിട്ടും ആ തടിപ്പ് അതേപോലെ നിന്നപ്പോൾ ഡാഡിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. നാട്ടിലുള്ള സമയത്ത് നാക്കെടുക്കൽ നേർച്ച ഞാൻ ചെയ്യുന്നത് കണ്ടിട്ട് ഡാഡിയും പുണ്യാളോടെ പോയി ഈ നേർച്ച ചെയ്തായിരുന്നു. എന്നിട്ട് കണ്ണൊക്കെ നിറഞ്ഞിട്ട് ഇന്നെന്നെ ഡാഡി വിളിച്ചപ്പോൾ പറയാണ്, നിന്റെ അന്തോണീസ് പുണ്യാളൻ എനിക്കൊരു കാര്യം ഇവിടെ നടത്തി തന്നിട്ടുണ്ട് എന്ന്. ഡാഡി പറയാണ്, ഡാഡി പുണ്യാളോട് പറഞ്ഞു, പുണ്യാള എത്രയും പെട്ടെന്ന് എൻ്റെ ഈ കണ്ണിന്റെ തടിപ്പ് എനിക്ക് മാറ്റിത്തരണേ, എനിക്ക് കാഴ്ച നല്ലപോലെ മങ്ങി തുടങ്ങി നോക്ക്. ഇങ്ങനെ ഓരോ അത്ഭുതങ്ങളായിട്ട് പുണ്യാളൻ ഞങ്ങളെ വീണ്ടും ഞെട്ടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അല്ല, എന്താണ് ഈ നാക്ക് നേർച്ച എന്ന് പലർക്കും സംശയം ഉണ്ടാവാം. വിശുദ്ധ അന്തോണീസ് പുണ്യാളൻ തന്റെ ജീവിതകാലത്തെ ദൈവവചനം പ്രഘോഷിക്കാൻ ഉപയോഗിച്ച നാക്ക് അവിടുത്തെ മരണശേഷവും അഴുകാതെ ഇന്നും ഇറ്റലിയിലെ പാദുവയിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നാവുകൊണ്ട് വിശുദ്ധൻ ചെയ്ത പ്രഘോഷണങ്ങളും അത്ഭുതങ്ങളും സ്മരിച്ചുകൊണ്ടാണ് വിശ്വാസികൾ നാക്ക് നേർച്ച ചെയ്യുന്നത്. ശാരീരിക രോഗങ്ങൾ, സംസാരിക്കാനുള്ള തടസ്സങ്ങൾ, തൊണ്ട, കണ്ണ്, വായ സംബന്ധമായ ബുദ്ധിമുട്ടുകളെല്ലാം മാറാൻ ഈ നാക്ക് നേർച്ച ഇവിടെ ചെയ്യപ്പെടുന്നു. നമ്മുടെ നാവിനെ ദൈവത്തിന് സമർപ്പിക്കാനും നമ്മുടെ ജീവിതത്തിൽ സദ്വാർത്തകൾ മാത്രം സംസാരിക്കാനുമുള്ള ഒരു പ്രതീകാത്മക സമർപ്പണം കൂടിയാണിത്. എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അനുഭവമോ അത്ഭുതമോ ദൈവാനുഗ്രഹമോ ഉണ്ടായാൽ അത് ഞാൻ ആദ്യം വന്ന് പങ്കുവെക്കുന്നത് നിങ്ങളോടും കൂടെയാണ്. കാരണം നിങ്ങളും എൻ്റെ വലിയൊരു കുടുംബമാണ്. പ്രാർത്ഥനയോടെ പൂർണ്ണ ഹൃദയത്തോടെ നമ്മൾ എന്തു ചോദിച്ചാലും അത്ഭുത പ്രവർത്തകനായ പുണ്യാളൻ അത് കാണാതെ പോവില്ലെന്നേ. അപ്പോൾ നിങ്ങൾക്കും വിശുദ്ധ അന്തോണീസ് പുണ്യാളന്റെ മാധ്യസ്ഥം വഴി ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആമേൻ.